ആൻറ്റി, ഹായ്. ആൻറ്റിക്ക് മനസ്സിലായില്ലേ? കഴിഞ്ഞ ആഴ്ച ആൻറ്റിയും ആൻറ്റിയുടെ മോനും കൂടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പ്രപ്പോസലായിട്ട്. അപ്പോൾ പെണ്ണാലോചിച്ചില്ലേ, ആ പെണ്ണാണ് ഞാൻ. നിങ്ങൾ വന്നപ്പോൾ ഞാൻ അവിടെ ഇല്ലായിരുന്നു. നല്ല വീടാണല്ലോ. പുറത്ത് കുറേ വണ്ടിയൊക്കെ കിടക്കുന്നുണ്ടോ? 3 കാറ് ഇവിടുത്തെയാണോ? ഓ, അപ്പം കാറൊക്കെ ഉണ്ട്. അതെ അതെ, ഞാനേ തീരുമാനം പറയാൻ വന്നതായിരുന്നു. അപ്പം ആൻറ്റി വേറൊന്നുമല്ല, ആൻറ്റിയുടെ മോൻ ഇവിടെ ഉണ്ടോ? ഇല്ലല്ലേ, പുറത്ത് പോയല്ലേ, നല്ല കാര്യം. ആൻറ്റിയുടെ മോനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആക്ച്വലി ഞാൻ ആൻറ്റിയുടെ മോനെ നേരത്തെ പരിചയമൊക്കെ ഉണ്ട്. അല്ലെ, ആൻറ്റിയും അവനും കൂടെ വീട്ടിലേക്ക് പ്രപ്പോസലായിട്ട് വന്നത്. അപ്പോൾ എനിക്ക് കല്യാണം കഴിക്കാനൊക്കെ ഓക്കെയാണ്. വളരെ നല്ല അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നമുക്ക് ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷേ എനിക്ക് കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്. അയ്യോ, ആൻറ്റി പേടിക്കണ്ട. ആൻറ്റി അന്ന് വീട്ടിൽ പറഞ്ഞതുപോലെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് വളരെ ചെറുത് കൊച്ചു കൊച്ചു കാര്യങ്ങളേ ഉള്ളൂ. അപ്പം എന്താന്ന് വെച്ചാലേ, ആൻറ്റി പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇവിടെ ഇട്ട് മൂടാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടെന്നോ, 100 ഏക്കർ പറമ്പോ അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉള്ളവരാരും പുറത്ത് ജോലിക്ക് പോയിട്ടല്ല സമ്പാദിക്കുന്നത്, ഇവിടെയുള്ള കാര്യങ്ങൾ തന്നെ വെച്ചിട്ടാണ് നിങ്ങൾ മുമ്പോട്ട് നിങ്ങളുടെ ലൈഫ് നീക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാനും കല്യാണം കഴിഞ്ഞിട്ടൊന്നും ജോലിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല, ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കാം. ഞാൻ വെറുതെ പഠിച്ചതൊക്കെ വെറുതെ വേസ്റ്റ്. അപ്പം ഞാൻ ഇവിടെ വന്ന് വെറുതെ ഇങ്ങനെ ഇരിക്കാം. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ സമ്മതനങ്ങളൊക്കെ എനിക്ക് എൻ്റെ പേർക്ക് എഴുതി തരണം. അതായത് ഈ 100 ഏക്കർ പറമ്പും 3-4-5 വീടും പിന്നെ എന്തൊക്കെയോ ഫാമോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതെല്ലാം എൻ്റെ പേർക്ക് എഴുതി തരണം കല്യാണത്തിന് മുൻപ്. ഓക്കെ. പിന്നെ ഉള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വർണം. 75 ലക്ഷം രൂപയും പിന്നെന്തോ എത്രയൊക്കെയോ പവനും വേണമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ, ഞാൻ മറന്നുപോയി അതൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ തരാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് എൻ്റെ പേർക്കായിരിക്കും. കാര്യം ഞാൻ കൊണ്ടുവരുന്ന കാര്യങ്ങളാണല്ലോ, അപ്പോൾ അത് എൻ്റെ പേർക്ക് തന്നെ ആയിരിക്കും. ആ കൊണ്ടുവരുന്ന എമൗണ്ട് എൻ്റെ പേർക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കും. സ്വർണം ഞാൻ ലോക്കറിൽ വെച്ച് ലോക്ക് ചെയ്യും. അതിനകത്ത് അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത്. പേടിക്കേണ്ട, വേറെ ആരെയും ഞാൻ നോമിനി വയ്ക്കുന്നില്ല. അല്ല, ആൻറ്റി അല്ലേ പറഞ്ഞേ നിങ്ങളുടെ ഇവിടുന്ന് പുറത്തുനിന്നുള്ളൊരു ആവശ്യമില്ല, പുറത്തുനിന്നുള്ള ഫണ്ട് നിങ്ങൾക്ക് വേണ്ട, ഇവിടെ തന്നെ എല്ലാം ഉണ്ടെന്ന്. പിന്നെ കാർ വേണമെന്ന് പറഞ്ഞല്ലേ, ഓൾറെഡി നിങ്ങൾക്ക് കാറുണ്ട്. പക്ഷെ നിങ്ങൾ വേറൊരു കാറും കൂടെ മേടിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. കാറ് ഞാൻ തരാം. പക്ഷെ അതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കാറ് എൻ്റെ പേർക്കായിരിക്കും. അത് ഡ്രൈവ് ചെയ്യുന്നത് ഞാൻ തന്നെ ആയിരിക്കും. അതിൽ വേറെ ആരെയും കയറ്റില്ല. ഇല്ല, ആരെയും കയറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വണ്ടി എടുത്ത് പോകണം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുറച്ച് തീരുമാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യം ഞാൻ പോയിട്ടൊരു വക്കീലിനെയും ഒരു രജിസ്ട്രാറിനെയും കൊണ്ടുവരാം. എന്നിട്ട് നമുക്കൊരു ബുദ്ധപത്രത്തിനകത്ത് എഴുതി ആൻറ്റിയുടെയും അങ്കിളിൻ്റെയും അവൻ്റെ ഒപ്പൊക്കെ എഴുതിച്ച് എല്ലാം സെറ്റ് ചെയ്യാം. ഇത്രയും ഓക്കെ ആണെങ്കിൽ ആൻറ്റി ധൈര്യമായിട്ട് പോയി ആൻറ്റിയുടെ ബന്ധുക്കളൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് വളരെ അടുത്ത ദിവസം തന്നെ നമുക്ക് കല്യാണം നടത്താം. എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഓടി വന്നത്. അപ്പോൾ ശരി.